മോളെ, നീ മനുമോനോട് പറയണം, അടുത്തിരിക്കുമ്പോഴേ വളരെ സൂക്ഷിച്ചിരിക്കണം എന്ന്. അടുത്തിരുന്നിട്ടേ കഴുത്തെങ്ങാനും പിരിച്ചു വെച്ച് ഞെക്കിയാലോ? 4 പേരുടെ ആരോഗ്യമുണ്ട്, അതുകൊണ്ടാണ് അമ്മ ഈ പറയുന്നത്. നമ്മുടെ നമ്മുടെ ശാരി പറയുകയാണ് നമ്മുടെ സരയുവിൻ്റെ അടുത്ത്. ആരെ പറ്റിയിട്ടാവും പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ആരുടെ കൂടെ ആയിരിക്കും നമ്മുടെ രാഹുൽ യാത്ര ചെയ്യുന്നത് എന്നൊക്കെ അറിയണ്ടേ? അപ്പം നമുക്ക് അതിലേക്കൊക്കെ പോവാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കൂ. അപ്പോൾ ലൈക്ക് ഉറപ്പായിട്ടും തരണം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ മനുവേട്ടൻ, അതായത് നമ്മുടെ മനോഹറിൻ്റെ അടുത്ത് നമ്മുടെ സരയു പറയുകയാണ്, മനുവേട്ട എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനുവേട്ട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ മനോഹർ പറയാണ്, എൻ്റെ മോളു, ഭർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെയാണ്, എപ്പോഴും അടുത്തുണ്ടാവണമെന്ന് തന്നെയായിരിക്കും ആഗ്രഹിക്കുക. അതിന് ഞാൻ മോളുവിനെ ഒരിക്കലും ഒരു കുറ്റവും പറയില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ മനോഹർ ശരിക്കും പറയുകയാണെങ്കിൽ ബിസിനസ് ടൂർ എന്നുള്ള പേരിലാണ് കല്യാണത്തിനായിട്ടൊക്കെ പുറപ്പെടുകയാണ്. പുള്ളിക്കാരൻ്റെ കല്യാണമാണ്. അപ്പോൾ നേരായ രീതിയിൽ പോകാൻ പറ്റില്ലല്ലോ. പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരന് 8ൻ്റെ പണി കിട്ടുമല്ലോ. അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ബിസിനസ് ടൂറിന് പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരയുവിനെ പറഞ്ഞ് മയക്കിയിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ മനോഹർ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകാനൊക്കെ ആയിട്ട് ഇറങ്ങുന്ന സമയത്തിന് നമ്മുടെ ശാരി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ശാരി പറയണേ, എൻ്റെ മനുമോനെ, എന്തിനാ ഈ വട്ടുപിടിച്ച് ഇങ്ങനെ കൂടെ കൊണ്ടുപോകുന്നത്? താനെ പോയാൽ പോരായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഉടനെ തന്നെ സരയു പറയണ, അച്ഛന് സുഖമില്ല, അത് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. അച്ഛനും കൂടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഉടനെ നമ്മുടെ മനോഹർ പറയണേ, ഇല്ല മോളു, അങ്ങനെയൊന്നും മോള് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അങ്കിള് എന്നെ ഒന്നും ചെയ്യത്തൊന്നുമില്ല, ആരും അതോർത്തൊന്നും ഇങ്ങനെ വിഷമിക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഉടനെ നമ്മുടെ ശാരി പറയണം, നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, ഇങ്ങേരെ ഉണ്ടല്ലോ, വിശ്വസിക്കാൻ പറ്റില്ല മോനെ, നീ ഒരുപാട് കരുതലെടുക്കണം എന്നൊക്കെ പറയുകയാണ്. ഒട്ടു നിൻ്റെ എന്നിങ്ങനെ നമ്മുടെ രാഹുൽ മനസ്സിൽ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രാഹുലും നമ്മുടെ മനോഹറും കൂടെ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശാരിക്ക് ഒരു ഡൗട്ട്. ശാരി ഇങ്ങനെ സരയുവിനോട് പറയണ, മോളെ സരയു, ദേ നിൻ്റെ അച്ഛൻ്റെ കാര്യം ഇപ്പം മോക്കറിയാമല്ലോ, അങ്ങേർക്ക് വട്ടുമൂത്ത് എന്താണ് ചെയ്യുന്നതെന്ന് ഒരു ബോധവും ഇല്ല. മനുമോനെയാണെങ്കിൽ കണ്ണിന് നേരെ കണ്ടുകൂടാ. അമ്മേരെ പേടി. ഇനി സീറ്റിന് അടുത്താണല്ലോ ഇരിക്കുന്നത്, 2 പേരും മുൻവശത്താണ് ഇരിക്കുന്നത്. ഇനി നിൻ്റെ ഡാഡി അങ്ങനും പാവം മനുമോൻ്റെ കഴുത്തിലങ്ങനും പിടിച്ച് ഞെക്കുമോ? അദ്ദേഹത്തിനാണെങ്കിലുണ്ടല്ലോ, അങ്ങേരക്ക് ഒടുക്കത്തെ ആരോഗ്യമാണ്, 4 പേരുടെ ആരോഗ്യം അങ്ങേരക്ക്. ഇനി മനുമോൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. മോളൊരു കാര്യം ചെയ്യും, മനുമോനെ വിളിച്ചിട്ട് ഒരു കരുതലെടുത്തോളണമെന്ന് ഒന്ന് പറയ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പം തന്നെ നമ്മുടെ സരയു വിളിച്ചിട്ട് മനോഹരനോട് പറയാണ്, മനുവേട്ട, അച്ഛനെ ഒന്ന് പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ, അച്ഛന് തലയ്ക്ക് സ്ഥിരത ഇല്ലെന്നുള്ള കാര്യമൊക്കെ മനുവേട്ടന് അറിയാമല്ലോ, അപ്പോൾ മനുവേട്ടൻ്റെ കഴുത്തിനൊന്നും പിടിച്ച് ഞെക്കാതെ നോക്കിക്കോണേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മനോഹർ പറയണേ, ഇല്ല മോളൂ, എന്നെ ഒന്നും ചെയ്യില്ല, പിന്നെ മുൻകരുതലൊക്കെ വേണ്ട രീതിയിലെടുക്കാൻ എനിക്ക് അറിയില്ലേ എന്നിങ്ങനെ നമ്മുടെ മനോഹർ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ സരയുവിനെ സമാധാനിപ്പിച്ച ശേഷം മനോഹർ ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ബഹാസുരനോട് പറയണം, തൻ്റെ മോളാടോ വിളിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ ബഹാസുരൻ ഇങ്ങനെ നോക്കുകയാണ്, എന്തിനാ ഇപ്പോൾ വിളിച്ചത്? വീട്ടിൽ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളൂ, ഇതിനമ്മച്ച് വിളിക്കേണ്ട ആവശ്യം എന്താ? എടോ, തൻ്റെ മോക്കേ തന്നെ വിശ്വാസമില്ല. തൻ്റെ മോള് പറഞ്ഞ എന്താണെന്നറിയാമോ? തന്നെ സൂക്ഷിക്കണം, താൻ ബോധമില്ലാതെ വട്ടുമൂത്തൻ്റെ കഴുത്തിൽ അങ്ങനെ പിടിച്ച് ഞെക്കുമെന്നാണ് അവളുടെ പേടി. അത് പറയാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോൾ എന്നെ വിളിച്ചത് എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ രാഹുൽ പറയാണ്, അത് ശരിക്കും ഉണ്ടല്ലോ, ഞാൻ ചെയ്യേണ്ടത് തന്നെയാണ്, പിന്നെ ഞാൻ ചെയ്യാതിരിക്കുന്നത് എന്താണെന്നേ അത് ഞാൻ ഒന്നും പറയുന്നില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ മനോഹർ പറയണം, അങ്ങനെ പറയാതിരിക്കേണ്ട കാര്യമില്ലടോ, താൻ പറയടോ, പിന്നെ താൻ കഴുത്തിന് പിടിച്ച് ഞെക്കാതിരുന്നാൽ തനിക്ക് എന്നെ കൊള്ളാം, അല്ലെങ്കിൽ പിന്നെ താരയും താനും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ മോളങ്ങ് അറിയും. പിന്നെ ശാരി ഈ പറയുന്ന സരയുവിൻ്റെ ആരും അല്ലെന്നറിയുമ്പോഴേ ഉണ്ടാവുന്നേ ഷോക്കൊക്കെ തനിക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം മനോഹർ പറയണേ, താൻ കൂടുതൽ ചിലയ്ക്കാതെ അങ്ങോട്ട് കയറി വണ്ടി എടുക്കടോ എന്നിങ്ങനെ പറയുകയാണ്. രാഹുൽ ഒരക്ഷരം പോലും മിണ്ടാതെ കയറി വണ്ടി ഓടിക്കുകയാണ്.
അങ്ങനെ അവർ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്ക് നമ്മുടെ മനോഹരനെ നോക്കിയിട്ട് നമ്മുടെ രാഹുൽ ചോദിക്കുന്നത്, എടാ ഇന്ന് നിൻ്റെ കല്യാണമാണെന്നൊക്കെയല്ലേ പറഞ്ഞത്, കല്യാണത്തിന് പോവുമല്ലേ, എന്നിട്ട് എന്താണ് ഈ ഡ്രസ്സിലാണോടാ നീ കല്യാണം കഴിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ മനോഹർ പറയണേ, എടോ മനുഷ്യ, ഈ ഡ്രസ്സിലൊന്നും അല്ല ഞാൻ പോകുന്നത്, പക്ഷേ വീട്ടിൽ നിന്ന് വിവാഹ വേഷത്തിൽ പോകാനൊന്നും പറ്റത്തില്ലല്ലോ, തൻ്റെ മോളും ഭാര്യയൊക്കെ കാണില്ലേ, അതുകൊണ്ടേ ഡ്രസ്സൊക്കെ ഞാൻ കാറിനകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതെനിക്ക് വഴിയിൽ നിന്ന് ആളുകൾ തരും, ഞാൻ അതിനൊക്കെയുള്ള എല്ലാം ചെയ്തു വച്ചിട്ടുണ്ട്, പിന്നെ ഡ്രസ്സൊക്കെ വണ്ടിയിലിരുന്ന് മാറാവുന്നതല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാഹുലിനാണെങ്കിൽ ഒട്ടും പിടിക്കുന്നില്ല, പക്ഷെ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ രാഹുൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മേഘനയുടെ അച്ഛൻ വിളിച്ചു എന്ന് പറയുകയാണ്. മേഘനയുടെ അച്ഛൻ വിളിക്കുകയാണ്, മേഘനയെ വിളിച്ചിട്ട് പറയുന്നത്, മോളെ ചടങ്ങൊക്കെ ലളിതമായ രീതിയിലേ ഉള്ളൂ എന്നൊക്കെ അറിയിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കിരണും കല്യാണിയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഇരിക്കുന്ന സമയത്തിന് നമ്മുടെ കല്യാണി കിരണിനോട് പറയുകയാണ്, മേഘനയുടെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങേര് പറഞ്ഞതെന്ന് വെച്ചാൽ ചടങ്ങ് വിപുലമായ രീതിയിലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ മേഘനയോട് ചെല്ലാനൊന്നും പറഞ്ഞിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അവളുടെ അമ്മയുടെയും അതുപോലെ അവളുടെ അനിയത്തിയുടെയൊക്കെ സ്വഭാവം നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാമല്ലോ. മേഘന ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാലും അവർ നല്ല രീതിയിൽ മേഘനയെ നോവിച്ചേ വിടുള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടായിരിക്കും മേഘനയോട് ചെല്ലാൻ പറയാഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തൊക്കെ പറയാനും മേഘനയുടെ അച്ഛനല്ലേ, സ്വന്തം അച്ഛനല്ലേ, അതുകൊണ്ട് തന്നെ മേഘനയുടെ ഉള്ളിൽ തട്ടിയൊരു സ്നേഹമൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. പിന്നെ അവരെയൊക്കെ പേടിച്ചിട്ട് അങ്ങേരത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നിങ്ങനെ നമ്മുടെ കല്യാണി പറയുകയാണ്. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, അല്ല ഇപ്പോൾ മേഘനയുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയണം, മേഘനയ്ക്ക് പോകണമെന്നുണ്ട് കിരണേട്ടാ, എത്രയാണെങ്കിലും അവൾക്കുള്ള അനിയത്തിയല്ലേ, അവൾക്ക് ഉള്ളിൽ ആ ഒരു ഇത് തോന്നാതിരിക്കില്ലല്ലോ, അവരെത്ര അവഗണിച്ചാലും അവൾ പാവം, അവളുടെ ഉള്ളിൽ നിഷയോട് എപ്പോഴും സ്നേഹമാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നിഷ ചായയുമായിട്ട് വരികയാണ്. ചായ കൊണ്ടുവന്ന് നമ്മുടെ കിരണിനും കല്യാണിക്കും കൊടുക്കുകയാണ്. അപ്പോൾ നിഷയോട് നമ്മുടെ കിരൺ ചോദിക്കുകയാണ്, നിഷേ നിൻ്റെ അനിയത്തിയുടെ വിവാഹമല്ലേ, എന്താ നിൻ്റെ അഭിപ്രായം? അപ്പം നിഷ പറയാണ്, അത് എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ കിരൺ പറയണ, അതിൻ്റെ ആവശ്യം എന്താ നിഷേ, അതിൻ്റെ ആവശ്യം എന്താ മേഘനെ, നിന്നെ അവർക്കാർക്കും വേണ്ടല്ലോ, നിന്നെ അവർക്കാർക്കും കണ്ണിന് നേരെ കണ്ടുകൂടാ, പിന്നെ നിൻ്റെ അനിയത്തിയും അമ്മയും കൂടി നീ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പോലും നിന്നെ അവിടെ നിന്ന് ആട്ടി ഇറക്കത്തേ ഉള്ളൂ, അതുകൊണ്ട് നീ അങ്ങോട്ട് പോകണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം, ചുമ്മാതെ എന്തിനാണ് ചെന്നിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടാനായിട്ട് നിൽക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നല്ല വിഷമത്തിൽ നിൽക്കുകയാണ്. അതിനുശേഷം കിരൺ എന്ത് ചെയ്യുന്നു, കിരൺ അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ കിരൺ പറയുകയാണ്, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, എന്ത് വേണമെന്ന് വെച്ചാൽ നിഷയ്ക്ക് തീരുമാനിക്കാം, എപ്പോഴും പേര് മാറുന്നു, മേഘനയ്ക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് കിരൺ എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ്. അപ്പോൾ കിരൺ പോകുമ്പോഴത്തേക്ക് വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ മേഘന. അപ്പോൾ നമ്മുടെ കല്യാണി അടുത്ത് നിന്നിട്ട് പറയണേ, വിഷമമായോ നിനക്ക്? സാരമില്ല മേഘനെ, കിരണേട്ടൻ അങ്ങനെ പറഞ്ഞെങ്കിലും നീ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് പോവാം, ഞാനും വരാം നിനക്കൊപ്പം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ മേഘന പറയാണ്, കല്യാണി വരണ്ട, കല്യാണി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്നെ അധിക്ഷേപിക്കുന്നത് കല്യാണിക്കൂടെ വിഷമാവും, കല്യാണിയും എന്ത് പറയാൻ അവർ മടിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കല്യാണി പറയണേ, എന്നെ പറഞ്ഞെന്നും പറഞ്ഞ് ഒരു കുഴപ്പമില്ല, എനിക്കറിയാം അതിൻ്റെ മറുപടി കൊടുക്കാൻ എനിക്ക് നന്നായിട്ടറിയാം, എന്തായാലും അതൊക്കെ പോട്ടെ, നല്ലൊരു ചടങ്ങിന് പോയിട്ട് നമ്മൾ ആരോടും മല്ലു വയ്ക്കാനൊന്നും പോവണ്ട, എന്തായാലും മേഘന റെഡി ആയിട്ടിരിക്കുക, മേഘനയുടെ ആഗ്രഹം പോലെ തന്നെ ഞാനും കൂടെ വരാം, എന്തായാലും വിവാഹം നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെന്നെന്നും പറഞ്ഞിട്ട് അവരെന്തായാലും നമ്മളെ അവിടെ നിന്ന് ആട്ടി പുറത്താക്കാനൊന്നും പോകുന്നില്ല, അത് അവർക്ക് തന്നെ കുറച്ചില്ലല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ കല്യാണി നിന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കല്യാണി പറയാണ്, അയലത്ത് വന്നിട്ട് മേഘനയുടെ അച്ഛനും അമ്മയും കൂടി കല്യാണം വിളിച്ചായിരുന്നല്ലോ, ഇനി അവിടെയുള്ളവർ പോവോ കല്യാണത്തിന് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ എന്താ പറയുന്നത്, അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മേഘന പറയണം, അതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നില്ല, പോവോ എന്തോ അറിയില്ല എന്നിങ്ങനെ പറയാണ്. അതേസമയത്ത് നിഷയെ അവിടെ അണിയിച്ചെടുക്കുകയാണ്, എല്ലാവരും കൂടി ചേർന്ന് സെറ്റായിട്ട് അണിയിച്ചെടുക്കുകയാണ്. അപ്പം നിഷയുടെ അമ്മ വന്നിട്ട് പറയണം, മോളെ ഒന്നിനും ഒരു കുറവും വരരുത് കേട്ടോ, നന്നായിട്ടിരിക്കണം, ഒരുങ്ങി ഇറങ്ങിയാലുണ്ടല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് നിന്ന് ആരും കണ്ണെടുക്കരുത്, ശരിക്കും പറയുകയാണെങ്കിൽ ഈ വിവാഹം നല്ല രീതിയിൽ ആർഭാടമായിട്ട് നടത്തണമെന്ന് വിചാരിച്ചതാണ്, കാരണം ഇവളുടെ ചേച്ചി എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, അവൾ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് കാരണം ഒന്നും നല്ലതായിട്ട് നടത്താനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവളുടെ ഒരു കാര്യവും, അതുകൊണ്ട് തന്നെ ഇവളുടെ കാര്യം നന്നായിട്ട് നടത്തണമെന്നായിരുന്നു. അപ്പോഴായിരുന്നു പയ്യൻ്റെ മാമൻ്റെ മരണം, അതുകൊണ്ടാണ് ഇങ്ങനെ ലഘുവായിട്ട് ചെറിയൊരു ചടങ്ങായിട്ട് ഇങ്ങനെ നടത്താമെന്ന് വിചാരിച്ചത്.
എന്ന് കരുതി എൻ്റെ മകളുടെ ആർഭാടങ്ങൾക്കൊന്നും ഒരു കുറവും ഉണ്ടാവരുത് എന്ന് പറയുകയാണ് നമ്മുടെ നിഷയുടെ അമ്മ. അതേ സമയത്ത് നമ്മുടെ മനോഹരും രാഹുലും ഇങ്ങനെ വരുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ കുറച്ച് ആളുകൾ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, റോഡിൽ സൈഡിൽ വെയിറ്റ് ചെയ്യുകയാണ്. അവർ നമ്മുടെ മനോഹറിൻ്റെ ആളുകളാണ്. കല്യാണ വീട്ടിൽ പോകാൻ ചെക്കൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ, അങ്ങനെ പോകാനായിട്ടുള്ള നമ്മുടെ മനോഹറിൻ്റെ ആളുകളാണ്. അവർ ഡ്രസ്സൊക്കെ കൊടുക്കുകയാണ്. വഴിയിൽ വെച്ച് തന്നെ നമ്മുടെ മനോഹറിന് കാറിലിരുന്ന് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ടുള്ള സകല സെറ്റപ്പുകളും ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി വണ്ടിയിൽ കയറിയിട്ട് അവരെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് പോവുകയാണ്. വീണ്ടും കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നിഷ ഒരുങ്ങുകയാണ്. നിഷ നന്നായിട്ട് മേക്കപ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കല്യാണി പറയാണ് മേഘന ഒരുപാട് അവരെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർക്കതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മേഘനയും കല്യാണിയും കൂടി കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ മേഘനയുടെ സങ്കടങ്ങളൊക്കെ നമ്മുടെ കല്യാണി മാറ്റിക്കൊടുക്കുകയാണ്. നീ സമാധാനപ്പെടും മേഘനയെ, നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ വിവാഹ സ്ഥലമാണ്. അവിടെ തിരക്കാണ്. അവിടെ വിവാഹ സ്ഥലത്ത് ചെറുക്കനെ സ്വീകരിക്കാനുള്ള ബൊക്കയും ബാക്കിയുള്ള മാലകളും ഒക്കെ റെഡിയല്ലേ എന്നൊക്കെ നമ്മുടെ മേഘനയുടെ അച്ഛൻ തിരക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ മനോഹറാണെങ്കിലുണ്ടല്ലോ വിവാഹ വേഷമൊക്കെ ധരിച്ച് നല്ല അടിപൊളി സുന്ദരനായിട്ട് ഇങ്ങനെ വരികയാണ്. മനോഹർ ചോദിക്കുകയാണ്, നമ്മുടെ രാഹുലിനോട് ചോദിക്കുകയാണ്, ഈ വേഷമൊക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഒരു ഉളുപ്പുമില്ലാത്ത മനോഹർ. പക്ഷേ എന്ത് ചെയ്യാം, രാഹുലിൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയല്ലോ. അങ്ങനെ നമ്മുടെ രാഹുൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ മൂന്നാർ എന്താ പറയുന്നത്, നമ്മുടെ മൂന്നാർ മനോഹറിനെ കണ്ടില്ലേ, ആ പുള്ളിക്കാരൻ്റെ വിവാഹം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നറിയാം, ഇന്നത്തെ എപ്പിസോഡിൽ അറിയാം വിവാഹമൊക്കെ തകൃതിയായിട്ട് നടന്നിട്ടുണ്ടോ, കല്യാണിയൊക്കെ വന്ന് കുളമാക്കി കയ്യിൽ കൊടുത്തോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വൈകുന്നേരത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കണം. അതൊരുപാട് സമയമൊന്നും കാത്തിരിക്കേണ്ട. ഈ വീഡിയോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അതും വരുന്നുണ്ട്. അപ്പോൾ എന്താണ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സത്യം പറയുകയാണെങ്കിൽ ഒന്ന് ചോദിക്കണമെന്ന് എപ്പോഴും വിചാരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ശരിക്കും മനോഹറിൻ്റെ ക്യാരക്ടറാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ നമ്മുടെ രാഹുലിൻ്റെ ക്യാരക്ടറാണോ ഇഷ്ടം? ഇതൊരു ടാസ്ക് ആണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ രണ്ടിൽ ആരെയാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, അതറിയാൻ വേണ്ടിയിട്ടൊരാഗ്രഹം. ആരോടാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, ഇവർ രണ്ടിലും മനോഹറിനെയാണോ അതേ നമ്മുടെ നമ്മുടെ രാഹുലിനെയാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇത് വാലുന്തലയില്ലാതെ പെട്ടെന്ന് തീർന്നല്ലോ എന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് വീഡിയോയിൽ എന്താക്കണ്ടെന്ന് കരുതിയിട്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർന്നതാണ്. കാരണം ഇത് ഇന്നലത്തെ എപ്പിസോഡാണല്ലോ. ഇന്നത്തെ എപ്പിസോഡ് നല്ല വിശദമായിട്ട് ഇടുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇതായി കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തേക്കണം. അതുപോലെ ലൈക്ക് തരണം. ഇനി ഉടനെ തന്നെ വരാം. ബായ്.